ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സർക്കാർ ഇരകളോടൊപ്പമാണെന്നും വേട്ടക്കാരോടൊപ്പം അല്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഏത് ഉന്നതനായാലും നടപടിയെടുക്കും, പേടിക്കേണ്ടതില്ല എന്നും പറഞ്ഞു. ഇതേക്കുറിച്ച് ഒരു മുൻ ചീഫ് സെക്രട്ടറി, എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ കമൻ്റ് ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ചീഫ് സെക്രട്ടറി പറഞ്ഞത്, ഏത് കാര്യത്തിൽ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും മുഖ്യമന്ത്രി ഉറപ്പിച്ച് ഒരു കാര്യം പറയുന്നോ അതിന് നേരെ വിരുദ്ധമായിരിക്കും അദ്ദേഹത്തിൻ്റെ നടപടി. അതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, നിയമസഭയ്ക്കകത്ത് എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നേരിടാൻ, അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന വിജിലൻസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒന്നുമുള്ള ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഏത് ഉന്നതനായാലും ഈ നടികൾ ഉന്നയിച്ചിരിക്കുന്ന പീഡന പരാതികളിൽ ഉൾപ്പെട്ട പ്രഗത്ഭർ എത്ര ഉന്നതനായാലും നടപടിയെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഉന്നതന്മാർക്കൊക്കെ ആശ്വാസമാണ്. കാരണം ഉന്നതന്മാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അതേ പത്രസമ്മേളനത്തിൽ മറ്റൊരു വിചിത്രമായ കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തെക്കുറിച്ചും ക്യാമ്പുകളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പത്രസമ്മേളനം. അതിനിടയിൽ അദ്ദേഹം പല മേഖലകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്ന തുകകളും വിശദീകരിച്ചിരുന്നു. പേര് പറഞ്ഞ് ആ തുകകൾ എടുത്തു പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു തമാശ പറയാനും മറന്നില്ല. ചില രസകരമായ സംഗതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, തമിഴ്നാട്ടിൽ നിന്ന് റോട്ടറി ക്ലബിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞൊരു സംഘം കാണാനെത്തി. അവർ 1 കോടി രൂപ തന്നു, 1 കോടി രൂപയുടെ ചെക്ക് തന്നു. അവർ മടങ്ങി. ചെക്ക് നോക്കുമ്പോഴാണ് അത് സാന്റിയാഗോ മാർട്ടിൻ്റെ ചെക്കാണ് എന്ന് അറിഞ്ഞത് എന്നാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ കാര്യം എത്ര സമർത്ഥമായി അവതരിപ്പിച്ചു. കാരണം ദേശാഭിമാനിക്ക് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടിയോ മറ്റോ സംഭാവന വാങ്ങിച്ചത് EP ജയരാജൻ ജനറൽ മാനേജർ ആയിരുന്ന കാലത്ത് വലിയ വിവാദമാകുകയും അത് മടക്കി നൽകുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ സാന്റിയാഗോ മാർട്ടിന് വിലക്ക് കൽപ്പിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഐസക് ധനകാര്യമന്ത്രി ആയിരിക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഇവിടെ വിലക്ക് കൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ BJPക്ക് നമ്മുടെ ഇലക്ടറൽ ബോണ്ട് വഴി ഏറ്റവും വലിയ തുക സംഭാവന നൽകിയത് സാന്റിയാഗോ മാർട്ടിനാണ്. അപ്പോൾ ഈ ദുരന്ത ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സാന്റിയാഗോ മാർട്ടിനെ പോലെ ഒരാൾ സംഭാവന നൽകുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത്, മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ VS അച്യുതാനന്ദൻ കാണിച്ച ഒരു നീതിബോധമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും പോപ്പുലറായ നടൻ ജഗതി ശ്രീകുമാർ വിതുര പെൺവാണിഭ കേസിൽ അകപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം സജീവമായി സിനിമാ രംഗത്തില്ല, അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴിക്കുന്നത് ശരിയല്ല. പക്ഷേ ആ കേസിൽ അകപ്പെട്ട സന്ദർഭത്തിൽ ഒരു പൊതു യോഗത്തിൽ വെച്ച് ജഗതി ശ്രീകുമാറിന് കേരള വേഷം സമ്മാനിക്കുന്ന ഇത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ജഗതി ശ്രീകുമാറിൻ്റെ പേര് വിളിച്ചപ്പോൾ അത് താൻ നൽകില്ല എന്ന് പരസ്യമായി ഒരു നിലപാട് അന്ന് മുഖ്യമന്ത്രി VS സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ വളരെ ജനകീയനായ നടനാണ് ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ
പൊതുസദസ്സിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ VSനെ എല്ലാവരും വിമർശിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ആരും മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ല. അപ്പോൾ മുഖ്യമന്ത്രി പോലെ ഒരു പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ കണിശമായ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. കാരണം മോദി സർക്കാർ അല്ലെങ്കിൽ BJP സാന്റിയാഗോ മാർട്ടിൻ്റെ പണം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് സാന്റിയാഗോ മാർട്ടിൻ്റെ പണം വേണ്ട, അത് മടക്കി അയക്കും എന്ന് പറയാൻ കൂടി കഴിയണം. എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല? വളരെ സരസമായി പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞ് ഒരു ചിരിയോടുകൂടിയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഈ 1 കോടി കിട്ടി എന്നുള്ളത് വാർത്തയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം കൂട്ടി എറിഞ്ഞതാകാം.